ശരി, യുവരാജ് ഗോകുൽ, ഇപ്പോൾ 10-ാം തീയതി വരെ നിരോധനാജ്ഞയുണ്ട്. പക്ഷേ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന 2-3 നേതാക്കൾ ആ ഭാഗത്ത് പോയി അവിടുത്തെ ആളുകളെ കേൾക്കാൻ പോകുമ്പോൾ അതേത് തരത്തിലാണ് അവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നത്? എന്തിനാണ് അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു തടസ്സം സൃഷ്ടിച്ച് ആ ഭാഗത്തേക്ക് കടക്കരുത് എന്ന തീരുമാനത്തിലേക്ക് BJP പോകുന്നത്? സ്മൃതി, ഇവിടെ ഈ കലാപമുണ്ടായതിനു ശേഷം 7 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 27 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 27 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ഒരാൾ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ MP ആയിട്ടുള്ള മിയ ഉർ റഹ്മാൻ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ MP ആണ്. സമാജ്വാദി പാർട്ടിയുടെ തന്നെ ഒരു MLAയുടെ മകനും ഈ പറയുന്ന 27 പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കലാപം ഇളക്കി വിടാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് രണ്ടാമത് ഒരു ആലോചനയുടെ ആവശ്യം വരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ശിവദാസൻ സാറ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ BJPയും സംഘപരിവാറും കൂടി ചേർന്ന് അവിടെ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തലത്തിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. കാലങ്ങളായിട്ട് CPMകാരും കോൺഗ്രസ്സുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഞങ്ങളോട്, റിപ്പോർട്ടർ ചാനലിൽ ഉൾപ്പെടെ ഈ ഫ്ലോറിൽ ഇരുന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളത്, ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാരാണ് തന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭംഗിയായി ഞാൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്ക് തരണ്ട, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവദാസൻ സാറേ, ഇവിടെ കേസുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നത് സംഘപരിവാറോ BJPയോ ഒന്നുമല്ല. കൈലാദേവി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കാവട്ടെ, സംഘടനയ്ക്കാകട്ടെ, ഏതൊരു സമൂഹത്തിനാകട്ടെ ഒരു സിവിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. കൈലാദേവി ടെമ്പിൾ ട്രസ്റ്റ് ഈ നിൽക്കുന്ന സ്ഥലം തങ്ങളുടേതാണ് എന്ന് അവർക്ക് അവകാശമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാനും ആ കോടതി കേസ് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോടതി തീർച്ചയായിട്ടും ആ കേസ് ടേക്കപ്പ് ചെയ്യുകയും മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ഞങ്ങൾ എന്താണ് കേസ് കൊടുക്കാൻ പോകുന്ന ഓരോ ഹിന്ദുക്കളുടെ അടുത്തും ഓരോ ക്ഷേത്ര ട്രസ്റ്റുകളുടെ അടുത്ത് ചെന്നിട്ട് പറയണോ നിങ്ങൾ കേസ് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പോയിട്ട് പറയണോ? ഞങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കേൾക്കുമോ? നിങ്ങൾ തന്നെയല്ലേ ചോദിക്കുന്നത്, ഞങ്ങൾക്കാണോ ഇവരുടെയൊക്കെ അട്ടിപ്പേർ അവകാശം എന്നാണ് നിങ്ങൾ തന്നെ ചോദിക്കുന്നത്. അത് തന്നെ എനിക്ക് തിരിച്ച് നിങ്ങളോടും പറയാനുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കില്ല. ആരെങ്കിലും കേസുമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അത് പ്രൂവ് ചെയ്യാനുള്ള വസ്തുതകൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ പോട്ടെ. കോടതിയിൽ കൃത്യമായിട്ട് 2 ഭാഗവും വാദപ്രതിവാദങ്ങൾ, 2 പേരുടെയും വാദങ്ങൾ ഉന്നയിക്കട്ടെ. ആ വാദങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു കൺക്ലൂഷനിലെത്തട്ടെ. ആദ്യമേ കയറി സാർ ഇതിനകത്ത് വിധി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ കേസിൻ്റെതായ വഴിക്ക് മുമ്പോട്ട് പോകട്ടെ. ഈ 91 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് രാജ്യത്തെ നിയമമല്ലേ യുവരാജ് ഗോകുൽ? ഇല്ല, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 2 തരത്തിൽ ഇതുമായിട്ട് ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ASIയുടെ മേൽനോട്ടത്തിൽ വരുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ കീഴിൽ വരുന്നില്ല. സംഭാലിലേത് ഈ പറയുന്നത് പോലെ തന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ താങ്കൾ? നിങ്ങളുടെ മനസ്സിലാക്കൽ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം എന്തായിരുന്നോ അതേ സ്വഭാവം നിലനിർത്തുക എന്നുള്ളതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്നത്. പക്ഷെ അതിനകത്ത് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ആ എക്സ്ക്ലൂഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ എക്സ്ക്ലൂഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത് ASIയുടെ മേൽനോട്ടത്തിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. നോക്കൂ യുവരാജ് ഗോകുൽ, ഇത് 16-ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളട്ടെ, അതിനുശേഷം അതിലേക്ക് പോകാം. 2 എന്ന് പറയുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്.
ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സർവേ നടത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനം ഒരു റിലീജിയസ് സ്ഥാപനത്തിന്റെ സ്വഭാവം, അതായത് അത് ഏത് മതത്തിൻ്റെതാണോ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മാറ്റുക എന്നുള്ളതല്ലോ, കൂടുതൽ വസ്തുതകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നിലവിൽ കോടതി അവിടെ അല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ, നിലവിൽ കോടതി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? സർവേ നടത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സർവേ നടക്കട്ടെന്നേ, ആരെയാന്നേ ഭയപ്പെടുന്നത്? സർവേ നടക്കട്ടെ, യാഥാർത്ഥ്യം വരുമ്പോൾ ആർക്കെങ്കിലും അത്രയ്ക്കെങ്കിലും ഭയം ഉണ്ടാകുന്നു, ഭയത്തിന്റെ ഭയമൊന്നും വേണ്ട. ഇവിടെ പള്ളികളും ക്ഷേത്രങ്ങളും എല്ലാം യുദ്ധങ്ങളിൽ പലതും തകർക്കപ്പെടുകയും മറ്റൊന്ന് നിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിലെയാണ് ഈ ഷാഹി മസ്ജിദ്. അങ്ങനെ പല ക്ഷേത്രങ്ങളുടെ താഴേക്കും പള്ളികൾ താഴേക്കും പോയാൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. അതൊക്കെ ഇനി മാറ്റി പണിയേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 91-ൽ അങ്ങനെ ഒരു നിയമം വന്നത്? എന്തുകൊണ്ടാണ്? ബാബറി മസ്ജിദിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ബാബറി മസ്ജിദിൽ ഒരു മിനിറ്റ് യുവരാജ് ഗോകുൽ 91-ൽ ഈ ബാബറി മസ്ജിദ് വിധി വരുന്ന ഘട്ടത്തിൽ ആ വിധിയിൽ കൃത്യമായി ഈ 91-ലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ടിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രശംസിച്ച് പറയുന്നുമുണ്ട്. ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ചന്ദ്രചൂഡിനെ ഉദ്ധരിച്ച് പറയുന്നു, ശരിയാണ്, ഗ്യാൻവാബി തൊട്ട് അങ്ങോട്ട് ഒരു പുതിയ ഒരു രീതിയിലേക്ക് തുടക്കമിടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ചന്ദ്രചൂഡ് ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് വിധി പോലും ദൈവം തന്നോട് പറഞ്ഞ വിധി എന്നാണല്ലോ ഇപ്പോൾ ഒടുവിൽ കസേര ഒഴിഞ്ഞ ശേഷം പറഞ്ഞിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വാദമായി നിങ്ങൾക്ക് ഉന്നയിക്കാനാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.